ഒന്ന് എം.വി. നികേഷ് കുമാർ പറഞ്ഞതുപോലെയല്ല, ശബരിമലയിലെ വിധി നിലവിൽ സുപ്രീം കോടതി ഫ്രീസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ശബരിമലയിൽ ഒരു യുവതിക്ക് പ്രവേശനം നടത്താവുന്നതേ ഉള്ളൂ, സാധ്യമാവുന്നതേ ഉള്ളൂ. എന്താണ് നമ്മൾ ആ യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് കണ്ടത്? അതിനോട് തിടുക്കപ്പെട്ട് അവിടെ യുവതീ പ്രവേശനം സാധ്യമാക്കുന്നത്, ആ സാധ്യമായി വരുന്നത്, അതെങ്ങനെയാണ് നടന്നത് എന്നൊക്കെ നമുക്ക് അതിന്റെ അണിയറ കഥകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ശരി, ഞാനിപ്പോഴും എങ്ങനെയാണ് ശബരിമല സന്നിധാനം വരെ വിശ്വാസമില്ലാത്ത ആളുകൾ എത്തിച്ചേർന്നത് എന്നുള്ളതിന് വിശദീകരണം വന്നിട്ടുണ്ട്. കണ്ണൂരിലെ പാർട്ടി വീടുകളിൽ തന്നെ ഇതേ ചോദ്യങ്ങൾ നേതാക്കളോട് ചോദിച്ചിട്ടുണ്ട്. വിശ്വാസമില്ലാത്ത യുവതികളെ ശബരിമലയിലേക്ക് കൊണ്ടുപോകാൻ മുന്നിട്ടിറങ്ങിയത് ആരാണ്? പോലീസ് അവർക്ക് പടച്ചട്ട കൊണ്ടുപോയി കൊടുത്തത് ആരാണ് എന്ന ചോദ്യം ഞാനല്ല എം.വി. നികേഷ് കുമാർ ചോദിച്ചത്. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലെ വീടുകളിലെ സ്ത്രീകൾ തന്നെ പുറത്തിറങ്ങി ചോദിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിയമപരമായി ഒരു അഞ്ചംഗ ബെഞ്ച്, വിശാല ബെഞ്ചിന് ആ കേസ് വിടുമ്പോൾ നേരത്തെ അഞ്ചംഗ ബെഞ്ച് എടുത്ത വിധി ന്യായം നിലനിൽക്കുമോ ഇല്ലയോ ഉറപ്പിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രായോഗികമായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രമാണ്. അതിനെ തെറ്റു പറയാൻ കഴിയില്ല. ഒരു പ്രവേശം വേണമെന്നു തന്നെയാണ്. ജനാധിപത്യവൽക്കരിക്കപ്പെടാത്ത ഒരു സമൂഹത്തിലെ ഒരു പാർലമെന്ററി സംവിധാനം പലപ്പോഴും അത് പരാജയപ്പെട്ടു പോകുന്നു എന്നതിന് തെളിവാണ്. പുരോഗമനപരമായ ആശയങ്ങളെ നമ്മുടെ സമൂഹം ഒരു സുപ്രഭാതത്തിൽ സ്വീകരിക്കില്ല. വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ എടുത്ത് പഴകിക്കഴിഞ്ഞാണ് സമൂഹം അതിനെ സ്വീകരിക്കുക. വില്ലുവണ്ടി ഓടിയിട്ട് വീണ്ടും 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ആ വഴിയിലൂടെ സാധാരണക്കാരായ മനുഷ്യർ നടന്നത്. വൈക്കത്ത് സത്യാഗ്രഹം കഴിഞ്ഞിട്ട് ആ മനുഷ്യര്, അവർണരായിട്ടുള്ള മനുഷ്യര് ആ വഴിയിലൂടെ നടക്കാൻ ധൈര്യം കാണിച്ചത് 1 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടാണ്. വൈക്കത്തും അങ്ങനെയാണ് സംഭവിച്ചത്, ഗുരുവായൂരിലും അങ്ങനെയാണ് സംഭവിച്ചത്. സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് നമ്മളുമായി ബന്ധപ്പെട്ട ഈ കടബാധ്യതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിന്യായത്തിന് വേണ്ടി കാത്തിരിക്കണം എന്നുള്ളതാണ്. സമാനമായ വിധത്തിലുള്ള കാത്തിരിപ്പാണ് ശബരിമലയുടെ കേരള സംസ്ഥാന ചോദ്യങ്ങൾ വന്നു എന്നുള്ളതൊക്കെ വിശ്വാസമുള്ള പാർട്ടി വീടുകളിൽ മാതിരി ചോദ്യങ്ങൾ ഉണ്ടാകും. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. അതിനകത്ത് എന്താ കുറവ് തോന്നേണ്ട കാര്യം? ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന സംവിധാനം തന്നെയാണ് CPM. മാത്രമല്ല ഇടതുപക്ഷികളെല്ലാം തന്നെ അവിടെ വിമർശനം ഉണ്ടാകും എന്നുള്ളതാണ് അതിലെ ജൈവികത. ജീവനുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടികൾ ഉണ്ടാവും. ആ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികളിൽ നിന്ന് മറികടക്കണം, അത്രേ ഉള്ളൂ. മറികടക്കുമ്പോൾ അത് മിണ്ടാതിരിക്കുന്നില്ല. ഇപ്പോഴും CPM-ന്റെ നിലപാട് ഒളിച്ചോടിയവരല്ല CPM. പറയുന്നു ശബരിമലയിലെ പ്രവേശം വേണമെന്ന്. RSS പറയുന്നു ശബരിമല, എന്നിട്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഒളിച്ചോടി. CPM ഒളിച്ചോടുന്നില്ലെന്നേ. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം വേണം എന്നും കൃത്യമായ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് CPM. സ്മൃതി പരുത്തിക്കാട് നാളെ ഇതേ ദിവസം തന്നെ ഒരാളുടെ സൗണ്ട് ബൈറ്റ് പറയൂ, മറിച്ച് പറയൂ. അല്ലെങ്കിൽ 2019 തെരഞ്ഞെടുപ്പിന് ശേഷം എം.വി. നികേഷ് കുമാർ 2019
കേരളത്തിലെ തിരഞ്ഞെടുപ്പിന് ശേഷം ശബരിമലയിൽ യുവതീ പ്രവേശനം ചുക്കുമില്ല. സാധ്യമാക്കേണ്ടത് സാമൂഹികമായ പുരോഗതിയുടെ ലക്ഷണമാണ് എന്നോ ശബരിമലയിലെ യുവതീ പ്രവേശനം ഒരു മനുഷ്യാവകാശ പ്രശ്നമാണെന്നോ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി രാഷ്ട്രീയമായി ശരിയാണെന്നോ ഏതെങ്കിലും CPM നേതാക്കൾ 2020 ശേഷം പറയുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടോ എം വി നികേഷ് കുമാർ? കോൺഗ്രസ് പാർട്ടിക്ക് മല്ലികാർജുൻ ഖാർഗെക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ കഷ്ടം എന്നേ പറയാനുള്ളൂ. അമിത്ഷാ വളരെ വ്യക്തമായി പറഞ്ഞു. പാർട്ടി അറബിക്കടലിൽ എറിഞ്ഞു എം വി നികേഷ് കുമാർ. ഭേദഗതിയിൽ ഒപ്പിട്ട 80 പേര് നോ എന്ന് പറഞ്ഞ 80 പേര് കോൺഗ്രസുകാരാണ് പാർലമെന്റിൽ. നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുത് ദയവ് ചെയ്ത് എം വി നികേഷ് കുമാർ. ആ ഭരണഘടന ആ പൗരത്വ നിയമ ഭേദഗതിയിൽ നോ എന്ന് പറഞ്ഞ 80 പേരിൽ 42 പേരും കോൺഗ്രസുകാരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എം വി നികേഷ് കുമാർ നോക്കൂ, സ്മൃതി ഒറ്റക്കാരും കൂടി 2020 ശേഷം സ്മൃതി ഒരു നിമിഷം 2020 ശേഷം ശബരിമല ഒരു മനുഷ്യാവകാശ പ്രശ്നമാണെന്നോ ഭരണഘടനാ വിഷയമാണെന്നോ പുറത്ത് സമൂഹത്തിന് മുന്നിൽ ഒരു പ്രസംഗത്തിലോ പ്രസ്താവനയിലോ ഏതെങ്കിലും CPM നേതാക്കൾ പറയുന്നത് എം വി നികേഷ് കുമാർ കേട്ടിട്ടുണ്ടോ? ഞാനതാണ് ആവർത്തിച്ച് അരുൺ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാനല്ലേ മറുപടി പറയണ്ടേ? പറ, അരുണത്തെ ചോദിച്ചേ. 2021 ശേഷം പരസ്യമായി ഈ നിലപാട് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ടോ? ഏത് നിലപാട്? ശബരിമലയിൽ അധിഷ്ഠിതമായ ഒരു വർഗീയ പാർട്ടി. ഒരു സെക്കൻഡ്, ചോദ്യം തന്നല്ലോ, ഉത്തരം പറയട്ടെ. ശബരിമലയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഹിന്ദു വർഗീയ പാർട്ടിയാണോ CPM എന്ന് പറയുന്നത്? 2019 ഇങ്ങനെ ഒരു വിധി ഉണ്ടായി. ആ വിധിയുടെ മേലെ CPM ഒരു നിലപാടെടുത്തു. 2021 മുമ്പ് ആ വിധി ലഘൂകരിച്ചുകൊണ്ട് വിശദമായ മറ്റൊരു ഭരണഘടനാ ബെഞ്ചിന് കേസ് വിട്ടിരിക്കുന്നു. അങ്ങനെ വിട്ടപ്പോ ആ ഒരു ചർച്ചയാണ് അരുൺ, കേക്ക്. ഒരു വിശാലമായ ഭരണഘടനാ ബെഞ്ചിന് വിട്ടാൽ പിന്നെയും ആ പ്രശ്നത്തിൽ ഇങ്ങനെ കിടന്ന് കളിക്കാമെന്നാണോ പറയുന്നത്? പിന്നെ ആ പ്രശ്നത്തിൽ കിടന്ന് കളിക്കണം. ഇതെന്താ ഇത്? മതത്തിന്റെ ജാതിയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്ക പാർട്ടിയാണോ ഇത്? Meet the editors.